അങ്ങനെ ചെറിയൊരു വെള്ളക്കെട്ട് കടന്നിട്ട് ഞങ്ങൾ ഈ ഒരു സൈഡിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് വീണ്ടും ഇതേമാതിരി ആളുകൾ നടക്കുന്നത് കാണുന്നുണ്ട് നിങ്ങൾക്ക്. അവിടുന്ന് നടന്നിട്ട് വേണം ആ ഒരു ഫ്ലാഗ് കാണുന്ന ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്താണെന്നുള്ളത് അവിടെ ചെന്നതിന് ശേഷം നമുക്ക് നോക്കാം എന്താ പരിപാടി എന്നുള്ളത്. ചെരുപ്പൊക്കെ ഇപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്, ഷൂ ഒക്കെ. ഹായ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമ്മുടെ യാത്ര എത്തിയിട്ടുള്ളത് ലവ് ലേക്കിലാണ്. ദുബായിൽ ഉള്ള ലവ് ലേക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഞങ്ങളൊരു ഉച്ച സമയത്ത് പുറപ്പെട്ടത്, ജുമാ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ചയാണെന്ന്. വെള്ളിയാഴ്ച ഉച്ച സമയത്ത് ഞങ്ങൾ ചോറ് ഒക്കെ എല്ലാം എടുത്തിട്ട് ഞങ്ങൾ പോകുന്നതാണ്. ഇവിടെ ഖുദ്ര ലേക്കിൽ വന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ ലവ് ലേക്കിൽ വന്നു. ഇവിടെ P2 വണ്ടി പാർക്ക് ചെയ്ത് ഇനി നേരെ മെയിൻ എൻട്രൻസിലേക്ക്. സോ നമുക്ക് അതിനകത്ത് കയറിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഈ ഒരു ഭാഗം കണ്ടപ്പോഴേ നമ്മുടെ നാട്ടിലുള്ള ഒരു ഫീലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാടത്തൊക്കെ പോകില്ലേ, ആ പാടത്തൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാമല്ലോ ഇതുപോലത്തെ പുല്ലുകളൊക്കെ. ആ ഒരു സംഭവമാണ് ഇവിടെ, കണ്ടില്ലേ നിങ്ങൾക്ക്? എന്തായാലും നമ്മുടെ തുടക്കം തന്നെ സൂപ്പറാണ്. പച്ചപ്പുല്ലുകൾക്കിടയിലൂടെ നമ്മൾ മന്ദം നീങ്ങി ലവ് ലേക്കിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. നിങ്ങൾക്ക് നിങ്ങളെ ബാർബിക്യൂ സെറ്റപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും. ഇവിടെ ബാർബിക്യൂന് സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാർബിക്യൂ ചെയ്യുന്നതിന് നമ്മുടെ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. പല ആളുകൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാർബിക്യൂ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതിൻ്റെ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംശയം വേണ്ട, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നിട്ട് ഇവിടെ ബാർബിക്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, ലവ് ഷേപ്പിലൊരു തടാകം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സൈഡിലൂടെ ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുട്പാത്ത് പോലെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇത്. അപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലവിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അതിലാ ഇങ്ങനെ നിൽക്കുന്ന ഇതാ ഈ സംഭവം ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾ നോക്കി മനസ്സിലാവും. ഇപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന വെള്ളത്തിലൂടെ ആളുകൾ നടന്നിട്ടാണ് ആ സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളും ഷൂ ഒക്കെ കഴിച്ചിട്ട് നമ്മളും അങ്ങോട്ട് നടക്കാൻ പോവാണ്. പിള്ളേരൊക്കെ എടുത്തിട്ട് വേണം നടക്കാൻ. അപ്പോൾ ഞങ്ങൾ ഈ പുഴ നീന്തിയല്ല നടന്ന് നീങ്ങാൻ പോവാണ്. നടന്ന് ഞങ്ങൾ പതുക്കെ സ്ലിപ്പായിട്ടിലേക്ക് വീഴും. പതുക്കെ ഞങ്ങൾ നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്.
എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നടക്കുക. നല്ല തണുപ്പുള്ള വെള്ളമാണ്, നല്ല സൂപ്പർ തണുപ്പാണ്. ഇതിൻ്റെ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിജനമായ മരുഭൂമിയിലാണ് ഇവിടുത്തെ ദുബായ് ഗവൺമെൻറ് ഈ ഒരു സംഭവം ഉണ്ടാക്കി എന്നുള്ളതാണ്, ഈ ഒരു ലൈവ് ലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഉണ്ടാക്കി മാത്രമല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ആ രീതിയും സൂപ്പറാണെന്നുള്ളതാണ്. നമുക്ക് നാട്ടിലൊക്കെ പോയ പോലെ ഒരു ഫീല്, കംപ്ലീറ്റ് പച്ചപ്പും എന്താ പറയുക വെള്ളവും ഭയങ്കര രസം. അതിനിടയിൽ ആ കാണുന്ന സൺസെറ്റും അതൊക്കെ നമ്മളെ ശരിക്കും നന്നായിട്ട് സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു വീഡിയോ നമ്മുടെ ഹബീബ് വ്ളോഗ്സിൽ കയറിയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ നല്ല സൂപ്പറായിട്ട് 360 വ്യൂവിൽ 360 ക്യാമറ കൊണ്ട് ഇൻസ്റ്റാ 360 ക്യാമറ കൊണ്ട് മൂപ്പർ എടുത്തിട്ടുള്ള വിഷ്വൽസൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ആ ഒരു ഹബീബ് വ്ളോഗ്സിൽ കയറിയിട്ട് നിങ്ങൾ ലവ് ലേക്സിൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കിഡ്ലോസ്കായിട്ട് ചെയ്തിട്ടുണ്ട് മൂപ്പർ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴാണ് ഇവിടെ ഒന്ന് വരണം കാണണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹവും പൂതിയൊക്കെ വന്നത്. ഇപ്പോൾ ഫാമിലി വന്നപ്പോൾ എല്ലാവരെയും കൂട്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ദുബായിലുള്ള ഒരുവിധം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലൂ വാട്ടറിൽ പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടാൽ മതി ഇൻഷാ അല്ലാഹ്. ഉണ്ടെങ്കിൽ എത്ര നല്ലതാണ് കേട്ടോ. ചെരുപ്പുണ്ടെന്നുണ്ടെങ്കിലേ ആരും വരണ്ട. ഷൂ ആണെങ്കിലും ഓക്കെ, ചെരുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കയ്യിൽ വെച്ചോ. കാരണം കല്ലുള്ളത് കാരണം എനിക്ക് പറ്റുന്നില്ല, ഭയങ്കര വേദന കാലിൽ. ഇനി നമ്മൾ നടന്ന് അതാ അതിൻ്റെ മേലേക്ക് കയറാൻ പോവുകയാണ്. അവിടെ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. കയറാൻ വേണ്ടിയിട്ട് ഇതാ കല്ലുകളെ കൊണ്ട് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് ചവിട്ടി ഇതങ്ങനെ കയറി ഇപ്പം മേലെ എത്തും. ചെറിയൊരു എന്താ പറയുക, നമ്മളെ ചിന്തിപ്പിക്കുന്ന സംഭവമാണത്. ഓക്കെ, കംപ്ലീറ്റ് വുഡാണത്. വുഡ് കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ വാഷ് ഫേസ് ഓക്കെ, മരമാണത്, തടി. അതങ്ങനെ അഭിമാനത്തോടു കൂടി അങ്ങനെ പാറി നിൽക്കുന്നുണ്ട്. ഇരുട്ട് കുത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ വീഡിയോ ഇപ്പോൾ നിർത്താൻ പോവുകയാണ്. പിന്നെ എന്തായാലും സൂപ്പറായിട്ടുള്ളൊരു കിടിലം ആംബിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ, കപ്പിൾസായിട്ട് വന്നു കഴിഞ്ഞാലൊക്കെ നല്ല സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ വൺസ് ഇൻ ടൈം തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ദുബായിൽ ലവ് ലേക്സിൽ വന്ന് അതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പോകണം. ഇത് വരേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് വഴിയാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബവാദി അൽ ഖുദ്ര എക്സിറ്റ് എടുത്തിട്ട് സ്ട്രൈറ്റ് വിട്ടാൽ മതി, നിങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടും ലവ് ലേക്കിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് നിർത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, കമൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മളെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുക. പിന്നെ ഇതൊക്കെ തന്നെ.